ഇന്ന് നമുക്കൊരു നെയ്പായസത്തിൻ്റെ കഥയായാലോ. അമ്പലത്തിൽ നിന്ന് നല്ല തുളസിയിലയും തെച്ചിപ്പൂവും ഒക്കെ ഇട്ടിട്ട് കിട്ടുന്ന പായസത്തിൻ്റെ സ്വാദ് ഒരു തവണ കിട്ടിയവർക്കൊക്കെ അതൊരു കൊതിയായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള രണ്ട് കൊതിയന്മാർക്ക് പായസം വെച്ചു കൊടുത്ത കഥയാണിത്. നെയ്പായസത്തിൻ്റെ പ്രധാന രുചി ഈ കാണുന്നതൊന്നുമല്ല കേട്ടോ. അവസാനം ചേർക്കുന്ന ആ ഒരു നറുനെയ്യും പിന്നെ അത് വാഴയിലയിൽ അങ്ങനെ ചൂടോടെ വിളമ്പി കഴിക്കുന്നതുമാണ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, ചെറുപ്പത്തിൽ നമ്മുടെ മച്ചിലെ ഭഗവതിക്കൊക്കെ മാസത്തിലൊരു തവണ ഇങ്ങനെ പായസം വെച്ച് നേദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അച്ചാച്ചനെ ചെയ്യുക. അച്ചാച്ചൻ കുളിച്ച് ശുദ്ധിയായിട്ട് അതങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി മച്ചിലെ ഭഗവതിക്കൊക്കെ നീതിച്ച് എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്കതിങ്ങനെ അത്ര നേരം കാത്തിരുന്ന് കിട്ടുമ്പോൾ ആ ചൂട് വാഴയുടെ ഇലയിൽ ഇങ്ങനെ പൊള്ളി കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ ഈ പായസത്തിൻ്റെ. അതിൽ ആ തുളസിയിലയും തെച്ചിപ്പൂവും ഒക്കെ പാടെ ചേർന്ന് കിട്ടുന്ന ഒരു കൊതിയുടെ മണമുണ്ട്. അതാണ് നെയ്പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരിക. കൊതിയോടെ അല്ലാതെ നെയ്പായസം ഓർക്കുക, നമ്മളെല്ലാവരും മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന ചെറുകഥയായിരിക്കും. ഒരമ്മ തൻ്റെ മക്കൾക്ക് അവസാനമായിട്ടുണ്ടാക്കി കൊടുത്ത നെയ്പായസത്തിൻ്റെ സ്വാദും നുണഞ്ഞ് അമ്മ മരിച്ചതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ അത് കഴിക്കുന്ന ആ രണ്ട് മക്കൾ മലയാളികൾക്ക് എന്നും നൊമ്പരമുണർത്തിയത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഓരോ തവണ നെയ്പായസം ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതെല്ലാം ആലോചിച്ചും മക്കൾക്കിതെല്ലാം പറഞ്ഞു കൊടുത്തും ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. നമ്മളെ സ്നേഹം കൂടി ചേർത്ത് കൊടുക്കുന്നതാണോ എന്നറിയില്ല. അവർക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കൊതി തോന്നണവർ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പം ഭയങ്കര ഈസി അല്ലേ. കുക്കറിൽ ഒരു 3-4 വിസിൽ അരി വേവിച്ചാൽ ശർക്കര ചേർക്കുക, തേങ്ങ ചേർക്കുക, വേണമെങ്കിൽ പഴവും ചേർക്കാം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആ നെയ്യങ്ങ് ചേർത്ത് ഇളക്കി ചൂടോടെ ദേ ഇങ്ങനെ വേണ്ടവർക്കൊക്കെ അയച്ചോളൂ കേട്ടോ. താങ്ക് യു.